മീനിട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇത് നല്ല രുചികരമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള മീനടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് റേഷൻ അരിയാണ് നമ്മളിവിടെ 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മളിവിടെ അരിയിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. ഈ പിടയ്ക്കുന്ന ഇല വെച്ചിട്ടാണ് നമ്മളിന്ന് മീനട ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു മീൻ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ചൂടായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അത് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരി അല്പം ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. അധികം ലൂസായി പോകാനും പാടില്ല. അരച്ച അരിയുടെ കൂടെ നമ്മൾ കുറച്ച് പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അല്പം നല്ല ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളത് ചേർത്തിട്ടില്ല. അരിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുത്തു. ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഓയിലിൽ വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ മീനടക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മീനടക്ക് നമ്മൾ എപ്പോഴും ചെറിയ രീതിയിൽ വേണം ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉള്ളിയുടെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഉള്ളി എടുത്താൽ മതി. കൂടെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒക്കെ കൂടെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. കൂടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ആ ഒരു മുളകിൻ്റെയും മഞ്ഞളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാലയിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മീൻ ആ ഒരു മുള്ളൊക്കെ പോക്കിയിട്ട് നമ്മൾ ചെറിയ പീസായ രീതിയിലേക്ക് പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. എന്നാൽ ആ ഒരു മീൻ നമുക്ക് കടിക്കുകയും ചെയ്യും. മീനടയിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഫിഷ് മുഴുവനായിട്ടും നമുക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഉള്ളിയും ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷും ഒക്കെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു പിടി മല്ലിച്ചപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫില്ലിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്കൊന്നത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി പാർട്ടിലേക്ക് പോകാം. കുഴച്ച് വെച്ചിട്ടുള്ള അരിമാവ് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് മാറ്റുക. പരത്താൻ ആവശ്യമായിട്ടുള്ള വാഴയില ഇവിടെ സെറ്റാണ്. ആദ്യം നമ്മൾ ഇല എടുത്തിട്ട് അതിലേക്ക് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ഓരോ അരിമാവിൻ്റെ ബോൾ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ നല്ലോണം പരത്തി കൊടുക്കുക. മാക്സിമം നമ്മൾ പരത്തി കൊടുക്കുക. കട്ടി കൂടിയാൽ അരിയൊരു കടിക്കുമ്പോൾ ആയിരിക്കും. അപ്പം മാക്സിമം നമ്മൾ പരത്താൻ ശ്രമിക്കണം. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നടുവിലായിട്ട് വേണം വെക്കാൻ, പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക, അങ്ങനെ ഒന്ന് കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലത് ആ ഒരു അട രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. ശേഷം നമ്മൾ ഓരോന്നായിട്ട് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആവിച്ചെമ്പ് ഇവിടെ ചൂടാകാൻ വേണ്ടി ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ മാവിൻ്റെ ഉരുളകളും ഇങ്ങനെ റൗണ്ടിൽ പരത്തിയെടുത്തു, ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മളെ അട ഇവിടെ മുഴുവനും നമ്മൾ ആവിച്ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-20 മിനിറ്റ് വരെ വേവാനേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഇല മാറ്റിയതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടെങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മളെ അടവിടെ സെറ്റായിട്ടുണ്ട്. ആ ഒരു വാഴയിലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂടെ ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ.